Spectrum 002. Spectrum 002. ഹലോ, ഏവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ സ്പെക്ട്രം 002. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം വിശ്വസനീയമാണോ അല്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റെത്. ഡോണ്ട് ബിലീവ്സ് എവറിത്തിങ് യു തിങ്ക്. അതായത് നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കരുത്, ഏതായിരുന്നാലും ശരി. ഈ വിഷയം ഒന്ന്. അടുത്ത ഇതിന്റെ കൂടെ ഞാൻ യോജിപ്പിക്കാൻ പോകുന്നത് നമ്മളെ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റിയില് ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയും. എന്റെ കാഴ്ചപ്പാടിൽ മെയിൻ ആയിട്ടുള്ളത് പൈസ ഇല്ലാതെ ഇരിക്കട്ടെ, ഫിസിക്കൽ സെക്യൂരിറ്റിയാണ്. രണ്ട്, ഇന്ന് നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ, ഓഫീസിൽ പോയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബോ എന്തോ ആയിരുന്നാൽ ശരി. അപ്പൊ അത് സൈബർ സെക്യൂരിറ്റി. മൂന്ന്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയാണ്. നാലെന്ന് പറയുന്നത് ഓപ്പറേഷണൽ സെക്യൂരിറ്റിയാണ്. ഇതിന് പല രീതിയിൽ തരംതിരിക്കാം. അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പത്രവാർത്തയും ചാനലിൽ വരുന്നതും ഓൺലൈനിലൊക്കെ വരുന്നതെല്ലാം മെയിൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പയ്യന്റെ കൊലപാതകവും പിന്നെ ഇപ്പോഴത്തെ അത് സംബന്ധിച്ചിട്ടുള്ള വിധിയും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾ ആത്മാർത്ഥമായ ഒരാളിനെ സ്നേഹിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാത്തിനെയും വിശ്വസിക്കരുത്. എല്ലാത്തിനും ഒരു മാനദണ്ഡമുണ്ട്. അതായത് അതുകൊണ്ടാണ് ഞാൻ ഒരു വശത്ത് സെക്യൂരിറ്റി എടുത്തത്. നമ്മൾ 50% നിന്ന് മുകളിലോട്ട് നമ്മളെ നീഡിൽ പോവുകയാണെങ്കിൽ ആ നീഡില് 50 60 പോകരുത്, വീണ്ടും 50 വരണം. അത് പകുതി മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. പകുതി നമ്മൾ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇപ്പൊ ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ ആ പറയുന്ന വ്യക്തിയുടെ മുന്നിലിരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മറുവശത്തുകൂടി ഇയാൾ പറയുന്നതെല്ലാം ശരിയാണോ എന്നൊരു സംശയമാർക്കും വെച്ചിരിക്കാം. ഒരു സംശയം എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചേക്കാം. മാത്തമാറ്റിക്സിൽ തന്നെ ഇപ്പോൾ എന്താണ് പോസിറ്റീവും നെഗറ്റീവും. അതേപോലെ എപ്പോഴും നമ്മൾ ഇതിനെ 50% മാത്രമേ വയ്ക്കാവൂ. അതിൽ കൂടുതൽ നമ്മളെല്ലാം കാണുന്നതെല്ലാം വിശ്വസിച്ചു കഴിഞ്ഞാൽ അപകടം നമുക്ക്. ഒരു കാര്യവും എന്തായാലും ശരി, ദൈവവിശ്വാസത്തിൽ പോയാലും ശരി, എന്തെങ്കിലും പോയാലും ശരി, 50% വിശ്വസിക്കും, 50% വിശ്വസിക്കും. പകുതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം തന്നെ. എല്ലാത്തിനെയും കയറി അമിതമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിനെപ്പറ്റി ഡീപ്പിലി പറയാനാണെങ്കിൽ വളരെയധികം ഉണ്ട്. ഇന്നത്തെ യുഗത്തില് സത്യസന്ധമായ ഒരു കാര്യങ്ങളുമില്ല. എല്ലാം മനുഷ്യനെ ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടുള്ള. നമ്മൾ വെറുതെ ചുമ്മാ തന്നെ വീട്ടിലിരിക്കുമ്പം ബാങ്കുകാരെ നമ്മളെ വിളിക്കുകയാണ്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരാം. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? അവർ പറയുന്നത് നിങ്ങൾക്ക് 90,000 രൂപ വരെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അടയ്ക്കാൻ വേണ്ടേ?
ബാങ്കുകാർ ചുമ്മാ വിളിക്കും നമുക്ക് ലോൺ തരാം. ബാങ്കുകാർക്ക് എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, അവരെ ബാങ്ക് നടത്തിക്കണം. അപ്പൊ അതിനു വേണ്ടി അവര് മറ്റുള്ളവരെ പ്രലോഭിച്ച് അതിലേക്ക് വശീകരിക്കുകയാണ്. അല്ല, നമുക്ക് ഇതിൽ വലിയ നേട്ടങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ കടം വാങ്ങാതെ ലോൺ എടുക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ ഞാൻ സല്യൂട്ട് ചെയ്യും. അതാണ് ജീവിതം. ജീവിത വിജയം എന്ന് പറയുന്നത് 5 പൈസ കടം വാങ്ങാതെയും ലോൺ എടുക്കാതെയും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാൻ. കയ്യിൽ പൈസ ഇല്ല, ലോൺ എടുത്ത് വീടും വെച്ചിട്ട് അവസാനം ആഹാരം കഴിക്കാനുമില്ല, ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം അതോറി. അത് ഔട്ട് ഓഫ് ചാപ്റ്റർ ആണ്, സോറി, ഇടയ്ക്ക് മനസ്സിൽ കയറി വന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഡോണ്ട് ബിലീവ്സ് എവറിത്തിങ് യു തിങ്ക്. ഇത് ഒരു വശം. രണ്ടാമത്തെ വിഷയം സെക്യൂരിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി എന്റെ കാഴ്ചപ്പാടിൽ നമ്പർ 1 ഫിസിക്കൽ സെക്യൂരിറ്റി ആണ്. 2 സൈബർ സെക്യൂരിറ്റി. 3 ഇൻഫർമേഷൻ. 4 ഓപ്പറേഷണൽ. അപ്പൊ ഇതിന്റെ ഇടയിൽ വരും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലേന്ന് വെച്ചാൽ ആണ്. പക്ഷെ ഇതിൽ എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പേഴ്സണൽ സെക്യൂരിറ്റി വേറെ കൊണ്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി, നമ്മള് സ്വന്തം. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു മൊബൈലിന്റെ പാസ്വേഡ് വരെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ എടുക്കുകയോ മറ്റുള്ളവർ ആ പാസ്വേഡ് അറിയാമെങ്കിൽ അവർ പലതും ചെയ്യും. ഇത് നമ്പർ 1. സെക്കൻഡ്, നിങ്ങൾക്ക് ഒരു ജോലിയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഇത്ര പൈസ കിട്ടുമെന്ന് നിങ്ങളുടെ ലൈഫ് പാർട്ണറോ വേറെ ആരെങ്കിലും ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാസം അവസാനം പൈസ കിട്ടുന്ന സമയത്ത് അവര് വള്ളി പുള്ളി വിസർഗം എല്ലാം കഴിച്ചു വിട്ടിട്ട് വരെ ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കും. പിന്നെ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഒരു ജോലിക്കാരനാണെങ്കിൽ കൂടിയും മറ്റുള്ളവരോട് നിങ്ങൾ യാചിക്കണം, എനിക്ക് ഇത്ര രൂപ വേണം. അതിന്റെ ആവശ്യം എന്തോ. അപ്പോൾ നമ്മളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ അത് 50% മാത്രമേ നമ്മൾ പറയാവൂ. പൈസ കിട്ടും, ഇത്ര മതി. അതാണ് പറയുന്നത്. വലിയ വലിയ മഹാന്മാർ പറയുന്നത് എന്താണ്? അമിതമായി സംസാരിക്കരുത്. അമിതമായിട്ട് നമ്മൾ എത്രയോ നമ്മൾ അമിതമായിട്ട് സംസാരിക്കുമോ അത്രയും നമ്മുടെ സെക്യൂരിറ്റി ലീക്ക് ആവേണ്ട. നമ്മൾ അറിയാതെ നമ്മൾ വായുന്ന പലത്. അപ്പൊ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ഈ വളരെ കടിച്ച് മുറുക്കി തിട്ടപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ സൈബർ സെക്യൂരിറ്റി. എപ്പോഴും നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നതിൽ നമ്മൾ ഓഫീസ് വിട്ട് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ആയിരുന്നാലും ശരി ഹെഡ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ വെളിയിൽ പോകുന്നു, ഇന്റർവെല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് തിരിച്ചു വരുന്നു, വീണ്ടും നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യും. അതിൽ അല്ല, നിങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് പോയ സ്ക്രീൻ ഷട്ട് ഡൗൺ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആൾറെഡി ഓപ്പൺ ആണ്. മറ്റുള്ളവർക്ക് എന്താ ആവശ്യമുണ്ടോ അവരത് ചോർത്തും, നിങ്ങളത് അറിയില്ല. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ സ്ഥലം എപ്പോഴും വിടുന്നോ 2 മിനിറ്റോ 5 മിനിറ്റോ നിങ്ങൾ അപ്പോഴും നിങ്ങൾ കമ്പ്യൂട്ടർ ലാബ് എന്തായിരുന്നാലും ഷട്ട് ഡൗൺ ചെയ്യും. അതേപോലെ മൊബൈലും എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ ലോക്ക് ചെയ്യും. സൈഡിൽ ബട്ടൺ ഉണ്ടല്ലോ അത് അമർത്തുക. അപ്പൊ രണ്ടാമത് ഉണങ്ങാണ് നിങ്ങൾ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ പാറ്റേണോ ആവശ്യം. ട്രെയിനിൽ നിങ്ങൾ സഫർ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ പാറ്റേൺ യൂസ് ചെയ്യരുത്. അപ്പോഴെല്ലാം നിങ്ങൾ ഫിംഗറിന്റെ മാത്രം യൂസ് ചെയ്ത് മൊബൈൽ ഓൺ ചെയ്യും. നിങ്ങൾ പാറ്റേൺ യൂസ് ചെയ്യുന്നു, സീറ്റിന്റെ മുകളിലിരിക്കുന്നവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബൈ ചാൻസ് മൊബൈൽ അവിടെ വെച്ചിട്ട് ബാത്റൂമിൽ ഇപ്പം പോയിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചാർജർ വെച്ചിട്ട് പോയാൽ അവനടുത്ത് വെച്ച് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നത്. യെസ് പോലെ വരയ്ക്കുക, അല്ലെങ്കിൽ
സ്ക്വയറായിട്ട് വരയ്ക്കുക, എല്ല് വരയ്ക്കുക, എന്താണെന്നുള്ളത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പോഴും ചെയ്യാനുള്ള, നിങ്ങൾ ട്രെയിൻ ജേണിയിൽ എപ്പോഴും മൊബൈൽ തുറക്കാൻ വേണ്ടി, ലോക്കായി കഴിഞ്ഞാൽ തുറക്കാൻ വേണ്ടി പാറ്റേൺ യൂസ് ചെയ്യരുത്. നിങ്ങൾ വിരലോ അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ചെയ്യുക. നമ്മൾ ഇൻഫർമേഷൻ, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസ് വിടുമ്പോൾ അവിടെ വെച്ച് ലോക്ക് ചെയ്യുക. വീട്ടിൽ ചെന്ന് ഇത് ഡിസ്കസ് ചെയ്യരുത്. അതായത് വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിൽ വന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഒരു ഇൻഫർമേഷനും മറ്റൊരാളുടെ കൈമാറുക. നിങ്ങളായിരിക്കും കൂട്ടുകാരനാണ്, അതാണ് ഇതാണ്. ഇന്ന് ഓഫീസർ ഒരു അയാളെ കീഴിലുള്ള ഒരു ക്ലർക്കിൻ്റെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റും ഒപ്പിട്ട് കൊടുത്തിട്ടാണ് കയറുന്നത്. അപ്പൊ സെക്യൂരിറ്റി എല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. ഒരു ഇൻഫർമേഷനും നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കരുത്. അതേപോലെ നമ്മൾ ഓപ്പറേഷൻ ആയിട്ടുള്ള സെക്യൂരിറ്റിയും എപ്പോഴും കെയർഫുള്ളായിട്ട് കരുതലോടെ മാത്രം നമ്മൾ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഈ രണ്ട് വിഷയവും കൂടെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നത്. അതായത് നമ്മൾ അമിതമായിട്ട് ആരെയും വിശ്വസിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം പൊന്നാണെന്ന് ഒരിക്കലും കരുതരുത്. അതോ ഒരു സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത്. അതേപോലെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാനുള്ള പേഴ്സണൽ സെക്യൂരിറ്റിയാണ്. ഓരോ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിക്ക് മഹിമയുണ്ട്. അത് എന്തെങ്കിലും ഒരു കാരണവശാൽ, അബദ്ധവശാൽ കെണിയിൽ വിടപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് പേഴ്സണൽ സെക്യൂരിറ്റി എപ്പോഴും, ഊണിലും ഉറക്കത്തിലും പേഴ്സണൽ സെക്യൂരിറ്റി നിർബന്ധമായിട്ടും കരുതുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീണ്ടും ഇതേപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം സുരേഷ് നടൻ. ടേക്ക് കെയർ, ബൈ. ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കമന്റ് രേഖപ്പെടുത്തണം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഒരു പ്രചോദനം വരികയുള്ളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.